നിങ്ങൾ നോക്ക്, ദുആ കഴിഞ്ഞാൽ സ്വലാത്തും ചൊല്ലണം, അതുപോലെ തന്നെ ഹംദും ചൊല്ലണം. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയധികം പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞു. അതിന്റെ ഇടക്കുള്ളതൊക്കെ കണ്ട് ചുരുക്കല്. അങ്ങനെ ആകുമ്പോ ചില സൂറത്തുകളൊക്കെ ഓതുമ്പോഴും ആയത്ത് ചുരുക്കുമോ എന്നൊരു പേടി, വേഗം തീരാൻ വേണ്ടിയിട്ട്. നമ്മളെ ഏൽപ്പിച്ചാൽ ആയത്ത് വേഗം ചുരുക്കിക്കളയോ? ചുരുക്കാൻ പാടില്ലല്ലോ, ഫുള്ളായിട്ട് ഓതണ്ടേ. നന്മയിൽ പിശുക്കണ്ട, നന്മയില് അത് അതിന്റെ രൂപം പോലെ തന്നെ നടന്നോട്ടെ, അതിൽ ചുരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞ അങ്ങനെ തന്നെ മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. എന്തിനാണ് അതിൽ ചുരുക്കുന്നത്? അതിൽ പെടുന്നൊരു പിശുക്കാണ് ദിക്റ് ചൊല്ലുമ്പോ ഓരോന്നും വേർതിരിച്ച് ചൊല്ലാനുള്ള നമ്മളെ മടി. അതൊരു പിശുക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ദിക്റ് ചെല്ലുന്ന ആൾക്കാരിൽ കറക്റ്റായി ദിക്റ് ചെല്ലുന്ന ആൾക്കാർ എണ്ണം കുറവാണല്ലോ. ഒരു സുബ്ഹാനല്ലാഹ് എന്നൊരു ഇമാം ഇങ്ങനെ ഒന്ന് ഉണർത്തിയാൽ 33 സുബ്ഹാനല്ലാഹ് എത്ര പേര് ചൊല്ലും? ഉസ്താദ് എല്ലാരും ചൊല്ലുന്നുണ്ടല്ലോ, എല്ലാവരും അക്കം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെയുണ്ട്. കാരണം ഈ അക്കം പിടിക്കുന്ന ആൾക്കാരനെ ഹൈസ്പീഡിലാണ് അക്കത്തിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ് എത്ര വേഗാണ്! എന്റെ കൈ ഇങ്ങനെ ആക്കുന്നുണ്ടില്ലേ? സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു, 33 കഴിഞ്ഞു. ഇത്ര സ്പീഡില്! ഇതൊക്കെ ഹൈടെക് യുഗല്ലേ, നിങ്ങളാ വിചാരിച്ചറിയാ. സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്ന്റെ അക്ഷരങ്ങളൊക്കെ ഈ മിന്നിമുറിയൽ കഴിഞ്ഞു. നമ്മളെ ശരീരത്തിന്റെ പിശുക്കാണത്, നന്മയോടുള്ള പിശുക്ക്. സുബ്ഹാനല്ലാഹി 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 സുബ്ഹാന അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ, അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ. പിശുക്കരുത്. പിശുക്കിയാലേ നമുക്ക് നേട്ടലുണ്ടാകുക, കോട്ടുണ്ടാകും, നാശത്തിലേക്കാ പോവുക. ചെല്ലേണ്ടത് ഫുള്ള് ചെല്ലണം, ചെല്ലേണ്ടത് ഫുള്ള് ചെല്ലണം, ചുരുക്കാൻ പാടില്ല. അതതിന്റെ കറക്റ്റ് പോലെ തന്നെ ചൊല്ലണം. നമ്മൾ വെട്ടിച്ചുരുക്കരുത്. ചൊല്ലാൻ വേണ്ടി നമ്മളോട് നിശ്ചയിച്ചത് അങ്ങനെ തന്നെ ചൊല്ലണം. എങ്ങനെയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ രൂപത്തിൽ, സൗകര്യമാകുന്ന രൂപത്തിൽ, അക്ഷരങ്ങളൊക്കെ വെളിവാകുന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം.